Boche Gold and Diamonds. Buy now, pay later. മുളയങ്കാവ് ടൗൺ നവീകരണത്തിന് തുടക്കമായി. 1 കോടി രൂപ ചെലവഴിച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത്. സർവേ നടപടികൾ ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLA പ്രവർത്തികൾ വിലയിരുത്തി. മുളയങ്കാവ് ടൗൺ നവീകരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 1 കോടി രൂപയാണ് നേരത്തെ അനുവദിച്ചത്. ഇവിടെ സർവേ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട വലിയ മരങ്ങൾ അത് മുറിക്കുകയാണ്. ആ മരങ്ങൾ മുറിച്ച് പരമാവധി ഇവിടെ വീതി കൂട്ടി കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു നവീകരണമാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് 1 കോടി രൂപ അനുവദിച്ചത്. നമുക്കറിയാം കാളവേല അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുളയങ്കാവ്. അപ്പോൾ ആ കാളവേലയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ കറണ്ട് എപ്പോഴും ഓഫ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യാതിരിക്കാൻ നമ്മൾ ആദ്യം അണ്ടർഗ്രൗണ്ട് ആണ് ആലോചിച്ചതെങ്കിലും അതിന് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നുള്ളതുകൊണ്ടും ഈ ഫണ്ട് മുഴുവനായിട്ട് അതിന് കൊടുത്താലും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇട്ട് വളരെ ഉയർത്തി മറ്റു പല സ്ഥലങ്ങളിലും ചെയ്തതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും പിന്നീട് കറണ്ട് ഓഫ് ചെയ്യേണ്ടി വരില്ല എന്നാണ് KSEB പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സംവിധാനം അത് ഈ മരം മുറിച്ചതിന് ശേഷം ഡ്രെയിനേജ് വർക്ക് തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതുകൂടി ചെയ്യാനാണ് ചിന്തിച്ചിട്ടുള്ളത്. ഈ മുളയങ്കാവ് ടൗൺ നവീകരണത്തിൻ്റെ 2ാം ഘട്ടവും അതോടൊപ്പം തന്നെ നമുക്കറിയാം വളരെ പ്രധാനമാണ് ഈ റോഡ്. അത് നവീകരിക്കാനുള്ളൊരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഞാനും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഞങ്ങൾ സഹകരിച്ചുകൊണ്ടൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇപ്പോൾ ഹൈവേ ദേശീയപാത നമ്മുടെ വളാഞ്ചേരി വരെ വളരെ വേഗത്തിൽ വാഹനങ്ങൾ വരുമ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാൻ ആ വഴി വന്നവരൊക്കെ ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡിന് അത് താങ്ങാൻ കഴിയുന്നതിലും വലിയ ട്രെയിലറുകളും വലിയ വാഹനങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വളാഞ്ചേരി മുതൽ ചെറുപ്പളശ്ശേരി വരെ 3 നിയോജക മണ്ഡലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അത് വീതി കൂട്ടി റോഡ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത്. കൊപ്പം പേങ്ങാട്ടിരി റോഡ് ഏതാണ്ട് തകരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് താങ്ങാവുന്നതിനേക്കാൾ വാഹനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ റോഡ് കൊപ്പം പേങ്ങാട്ടിരി മാത്രമല്ല വളാഞ്ചേരി മുതൽ ചെറുപ്പളശ്ശേരി വരെ വീതി കൂട്ടി ചെയ്യാനുള്ളൊരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫണ്ട് കിട്ടിയിട്ടില്ല, അതിനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. എന്തായിരുന്നാലും അതിൽ ടൗൺ നവീകരണത്തിൻ്റെ ആദ്യഘട്ടം നമ്മൾ ചെയ്യും. 2ാം ഘട്ടം കൂടി അതിൽ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം വളരെ വേഗത്തിൽ തന്നെ ടൗൺ നവീകരണം നമ്മൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. മുളയങ്കാവ് കാളവേലയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ടൗണിന്റെ വികസനത്തിനും പരിഗണന നൽകുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.